കൊച്ചി കാക്കനാട്ടെ DLF ഫ്ളാറ്റിൽ ഛർദിയും വയറിളക്കവുമായി 350 പേർ ചികിത്സ തേടി. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് സംശയം. ആരോഗ്യവകുപ്പ് ജലസാമ്പിളുകൾ ശേഖരിച്ചു. സാഹചര്യം ഗൗരവതരമെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ്. കാക്കനാട് DLF ഫ്ളാറ്റിൽ നിലവിൽ ഛർദിയും വയറിളക്കവുമായി 350ഓളം പേരാണ് ചികിത്സ തേടിയത്. ഇതിൽ 25ഓളം കുഞ്ഞുങ്ങളും ചികിത്സയിലുണ്ട്. പ്രധാനമായും ഈ വെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ രോഗം പടർന്നതെന്നാണ് സംശയിക്കുന്നത്. മാത്രമല്ല ഈ കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യവും ഈ കുടിവെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് നിലവിൽ തുടർന്നു വരുന്നത്. പ്രധാനമായും ഫ്ളാറ്റിലേക്ക് എത്തുന്നത് ഈ നഗരസഭയുടെയും അതുപോലെ ഫ്ളാറ്റിലെ കിണറിൽ നിന്നുമെല്ലാമാണ് പ്രധാന ജലസ്രോതസ്. ഇവിടെ നിന്നെല്ലാം ജലം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രത്യേക സംഘത്തെയും ഈ പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെന്നാണ് ഡോക്ടർ വിഭാഗം പറയുന്നത്. മാത്രമല്ല ഈ 1268 ഫ്ളാറ്റുകളിലായിട്ട് ഏകദേശം 5000-ലധികം ആളുകൾ ഈ ഫ്ളാറ്റുകളിലായി താമസിക്കുന്നുണ്ട്. നിലവിൽ 350ഓളം പേരാണ് ചികിത്സ തേടിയിരിക്കുന്നത്. ഇവർക്കെല്ലാം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും വയറിളക്കവും ഛർദിയുമായി നിലവിൽ ചികിത്സ തേടിയിട്ടുണ്ട്. മാത്രമല്ല ഈ പരിശോധന ആരോഗ്യമന്ത്രി വീണ ജോർജും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രശ്നം ഗൗരവമുള്ളതാണെന്നും വലിയ ശക്തമായ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല കാക്കനാട് ഈ ഫ്ളാറ്റിലെ ആളുകൾ പ്രധാനമായും ആരോപിക്കുന്നത് ഇത്തരത്തിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടും ശക്തമായ മുന്നറിയിപ്പ് ഒന്നും നൽകിയിട്ടില്ലെന്ന ആരോപണവും ഈ നഗരസഭയ്ക്കും അതുപോലെ ഫ്ളാറ്റ് അസോസിയേഷനെതിരെയും ഈ ഫ്ളാറ്റിലെ ആളുകൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനാ റിപ്പോർട്ടുകളാണ് വരാനുള്ളത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ കാക്കനാട് വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ഈ മഴയെ തുടർന്ന് വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു. ഈ വെള്ളക്കെട്ടിൻ്റെ ജലം ഈ കിണറിലേക്ക് ഒഴുകിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും ഇനി പ്രധാനമായും ജലാശയത്തിലെ റിപ്പോർട്ടുകളാണ് പ്രധാനമായി വരാനുള്ളത്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും എന്താണ് ഇത്തരത്തിൽ ഈ രോഗം പടരാനുള്ള ഒരു കാരണമായി വ്യക്തമാകുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ജലസ്രോതസ്സുകളിൽ നിന്നും ജലം ശേഖരിച്ച് ഈ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ കുടിവെള്ളം പൂർണ്ണമായും നഗരസഭ ക്ലോറിൻ ചെയ്ത വെള്ളമാണ് ഈ ഫ്ളാറ്റ് ഉടമകൾക്ക് നൽകുന്നത്. ഈ വെള്ളമാണ് ഇപ്പോൾ അവർ നിലവിൽ സ്വീകരിക്കുന്നത്. എന്തായാലും കുടിവെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു ബാക്ടീരിയ പടർന്നതെങ്കിൽ ഇനിയും കൂടുതൽ പേർ ചികിത്സ തേടാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർച്ചന.